നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ച് പരിശോധിക്കുന്നതിൽ തീരുമാനമായിരിക്കുന്നു. കല്ലറ പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ കളക്ടറുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. സബ് കളക്ടർ അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വലിയ സംഘർഷമാണ് നേരത്തെ പ്രദേശത്തുണ്ടായത്. മാനസ ചേരുകയാണ് വിവരങ്ങളുമായി. മാനസ, നേരത്തെ വലിയ സംഘർഷമായിരുന്നു പ്രദേശത്തുണ്ടായത്. പോലീസിനെ കുടുംബം തടയുന്നതടക്കം നമ്മൾ കണ്ടതാണ്. പിന്നീട് ഭാര്യയും മക്കളെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ കളക്ടറുടെ ഉത്തരവ് കൂടി വന്നിരിക്കുകയാണ്. ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനാണ് ഇപ്പോൾ കളക്ടറുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയോ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ സംഘർഷാവസ്ഥയൊക്കെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ശാന്തമാണ് എന്ന് തന്നെ പറയാം. കാരണം ബലം പ്രയോഗിച്ചാണ് പോലീസ് കുടുംബത്തെ നീക്കി മാറ്റേണ്ട ഒരു സ്ഥിതി ഉണ്ടായത്. ഏതായാലും പോലീസിനും ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പരിശോധിക്കണം എന്ന തീരുമാനത്തിലേക്ക് സംഘം എത്തുകയും അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സ്ഥലത്ത് എത്തി, അതായത് ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ സംഘം സ്ഥലത്തെത്തിയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. നിലവിൽ ഉള്ള തീരുമാനം മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടി നടത്താതെ സമാധി എത്തി സമയത്ത് തന്നെ ഇത്തരത്തിൽ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാൻ സാധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഉള്ള ഒരു നിലവിൽ മുന്നോട്ട് വെക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. എന്നാലും ഈ രണ്ട് കാര്യങ്ങളിലും അങ്ങനെ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അതും തന്നെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വിപരീതമായ ശ്രമങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നാട്ടുകാരുടെ ഈ മൂന്ന് ആവശ്യങ്ങൾ, അതായത് ദുരൂഹതയുണ്ടെന്നും കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ നാട്ടുകാർ ഉന്നയിച്ച ഈ ഒരു സാഹചര്യത്തിൽ കേസുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയേ മതിയാവുകയുള്ളൂ. അവിടെ നാട്ടുകാർ മുഴുവൻ ഈ വിഷയത്തിൽ പോലീസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? തീർച്ചയായും മനു, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അച്ഛനെ സമാധി ഇരുത്തിയത് എന്നതാണ് മകൻ പറയുന്നത്. എന്നാൽ അത് അത്രത്തോളം വിശ്വാസപരമായ രീതിയിലുള്ള ഒരു പ്രതികരണമല്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ എന്ത് രീതിയിലുള്ള വിശ്വാസമാണെങ്കിലും ഇങ്ങനെ ഈ ഒരു സമാധി ഇരുത്തിയ ശേഷം നാട്ടുകാരെ അറിയിക്കുകയും ഇത്തരത്തിൽ സമാധി ഇരുത്താറുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കുടുംബം അറിയിക്കുന്നത്. ഒപ്പം ഒരു പോസ്റ്റർ മുഖേനയാണ് നാട്ടുകാർ ഈ ഗോപൻ സ്വാമിയുടെ മരണ വിവരം അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്ക് ഒരു സംശയവും ഇക്കാര്യത്തിൽ നിലകൊള്ളുന്നത്. ഏതായാലും ഈ സംശയങ്ങളൊക്കെ ഈ വ്യക്തത വരുത്തേണ്ട ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അളവ് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ കല്ലറ പൊളിച്ച് പരിശോധനകളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. ശരി മാനസ, കാര്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കളക്ടർ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളാണ് മാനസ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. അല്പസമയത്തിനകം അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്യും.